أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن شرح الله صدره للإسلام فهو على نور من ربه. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കഴിവിൻ്റെ പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ പൊരുത്തത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നാം ഓരോരുത്തരെയും ചേർക്കുകയും അങ്ങനെ തന്നെ പരലോകം പുൽകുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്തൊരു പ്രാർത്ഥനയാണ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി എന്നുള്ള പ്രാർത്ഥന. ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് ഇസ്ലാമിൻ്റെ സത്യാദർശം പറഞ്ഞു കൊടുക്കാൻ അള്ളാഹു നിയോഗിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ദുആകളിൽപ്പെട്ട ഒന്നായിരുന്നു ഈ പ്രാർത്ഥന. റബ്ബി ഇശ്റഹ്, റബ്ബേ നീ വിശാലമാക്കി തരണമേ എന്നാണ്. സ്വദ്രി, എൻ്റെ നെഞ്ചകത്തെ, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണമേ എന്നാണ്. ഹൃദയവിശാലത എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. അത് അല്ലാഹു പ്രത്യേകം നൽകി ആദരിച്ച വ്യക്തിയാണല്ലോ നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലെ ഏറ്റവും സുന്ദരമായൊരു സൂറത്താണ് സൂറത്തുൽ ഇൻശിറാഹ്. അതിൽ അല്ലാഹു പറയുന്നുണ്ട്, അലം നശ്റഹ് ലക സദറക്. ആ സൂറത്ത് ആരംഭിക്കുന്നത് അങ്ങനെയാണ്, അലം നശ്റഹ് ലക സദറക്. പ്രവാചകരെ, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ എന്നാണ്. അതുകൊണ്ടല്ല ഏറ്റവും നല്ല ജീവിതം കാഴ്ചവെക്കാൻ നമ്മുടെ നേതാവിന് കഴിഞ്ഞത്. എതിർശേരിയിൽ നിൽക്കുന്ന ശത്രുക്കൾക്ക് വരെ നമ്മുടെ പ്രവാചകനോട് ആദർശപരമായി വിയോജിപ്പുണ്ടെങ്കിലും അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ചോ സത്യസന്ധതയെക്കുറിച്ചോ മഹിതമായ ജീവിത വിശുദ്ധിയെക്കുറിച്ചോ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ ഹൃദയം അത്രമേൽ വിശാലമായിരുന്നതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഖുതുബ. നമ്മളെല്ലാവരും ജീവിത തിരക്കുകൾക്കിടയിലാണ്. 24 മണിക്കൂറൊന്നും തികയുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നവരാണ് നമ്മളിൽ അധികം ആളുകളും. ഒന്നിനും സമയമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകൾക്കിടയിൽ, ഈ തിരക്കുകൾക്കിടയിൽ ജീവിക്കുമ്പോൾ പ്രയാസങ്ങളാണ് മനുഷ്യ മനസ്സുകളിലകിലും, കലുഷിതമാണ് മനുഷ്യ ഹൃദയങ്ങളകിലും. നമ്മുടെ മനസ്സിനെ വീർപ്പ് മുട്ടിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളാൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മളിൽ അധികം ആളുകൾ. പലപ്പോഴുമൊക്കെ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടുക്കം എന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ ഞെരുക്കം എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ടായിട്ടെന്താണ്? താമസിക്കുന്നത് അത്യാവശ്യം വലിയ സ്ക്വയർ ഫീറ്റുള്ള വീടിലാണ്. താൻ കിടന്നുറങ്ങുന്ന മാസ്റ്റർ ബെഡ്റൂമിൽ അത്യാവശ്യം തണുക്കുന്ന AC ഉണ്ട്. ഇനി അതല്ല, ഫാനും ആണോ? അതുണ്ട്. കിളിവാതിലുകളാണോ? അതുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും വീടിൻ്റെ സിറ്റ് ഔട്ടിലങ്ങ് വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വെള്ളം വീഴുന്ന ശബ്ദങ്ങൾ കൊണ്ടുള്ള പൂന്തോട്ടങ്ങൾ ഉണ്ടാകാം, ഓട്ടോമാറ്റിക് തുറക്കുന്ന ഗേറ്റുകൾ ഉണ്ടാകാം, ഇൻ്റർലോക്കുകൾ പതിപ്പിച്ച് ഭംഗിയുള്ള മതിലുകൾ പതിപ്പിച്ച് ലൈറ്റുകൾ സംവിധാനിച്ച വീടുകളുണ്ടാകാം. എന്തുണ്ടായിട്ടെന്താ? മനസ്സമാധാനമില്ലെങ്കിലോ? അതാണ് ഹൃദയവിശാലത എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അനിവാര്യമായി വേണ്ടത് അതാണ്. ഒരനുഗ്രഹവും ദുനിയാവിലില്ല എന്ന് വിചാരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിശാലമായി നടക്കാനോ കിടക്കാനോ കഴിയുന്നൊരു വീടൊന്നുമില്ല. ഒരു വണ്ടി കൊണ്ട് പുറത്തിറങ്ങിയാൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ എത്തി,
അതുപോലെയുള്ള ചില സംവിധാനങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ജീവിതത്തിലുള്ളൂ എങ്കിലും മനസ്സമാധാനമുള്ള ജീവിതത്തിനുടമയാണോ അവനേക്കാൾ വലിയ ജീവിതാസ്വാദനം മറ്റാർക്കും ഉണ്ടാവുക ഇല്ല എന്നുള്ളതാണ്. എന്നാൽ എങ്ങനെയാണ് നമുക്ക് ഹൃദയവിശാലത നേടാൻ കഴിയുക? മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ആ ദുആകളിൽ നമ്മളും പെടണമെങ്കിൽ, ഹബീബായ പ്രവാചകൻ അല്ലാഹു കൊടുത്ത മഹാ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ, പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ നമ്മളത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഖുർആൻ നിർദ്ദേശിച്ച 6 കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ പറയുന്നത്. ഇന്നത്തെ ഖുതുബ ശ്രദ്ധയോടെ കേട്ട് ജീവിതത്തിൽ പാലിക്കാൻ ഒരു വ്യക്തി തയ്യാറാണോ, ഒരു മുഅ്മിൻ തയ്യാറാണോ, അവൻ സമാധാനമുള്ള ജീവിതത്തിൻ്റെ ഉടമയാകുമെന്നുള്ളതിൽ സംശയമില്ല. കാരണം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശരീരത്തെ സംവിധാനിച്ച റബ്ബാണ് പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ സമാധാനമുണ്ടാകുമെന്ന്. അതിലൊന്നാമതായി പറഞ്ഞ എന്താ നിങ്ങൾ, പെട്ടെന്ന് നമുക്ക് ചുരുക്കണമല്ലോ, സമയം വിശാലമായിട്ടില്ല. ഒന്നാമതായി വേണ്ടത്, ഹൃദയവിശാലതയ്ക്ക് ഒരാളിൽ അനിവാര്യമായി വേണ്ടത് തൗഹീദുള്ള ജീവിതമാണ്. വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമാണത്. ആരുടെ ഹൃദയമാണോ ഇസ്ലാമിൻ്റെ തണലിൽ തുറന്നു കൊടുക്കുന്നത്, അതായത് എന്താ അള്ളാഹു പറയുന്നത്, അഫമൻ ശറഹല്ലാഹു സ്വദറഹു ലിൽ ഇസ്ലാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഓതി കേൾപ്പിച്ചായതാണ്. ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. എന്താണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? ആരുടെ ഹൃദയമാണോ ഇസ്ലാമിനായി അള്ളാഹു തുറന്നു കൊടുത്തിട്ടുള്ളത്, ഒരു വിശ്വാസിക്ക് അള്ളാഹു ആലം ദുനിയാവിൽ കൊടുക്കുന്ന വലിയ അനുഗ്രഹം ദീനുൽ ഇസ്ലാമിൽ അംഗമാവുക എന്നാണ്. ആ അനുഗ്രഹത്തിലേക്കൊരു മനുഷ്യൻ്റെ ഹൃദയത്തെ തുറന്നു കൊടുത്ത് കിട്ടുന്ന ലഭിക്കുന്ന ഭാഗ്യവാന്മാരാരാണോ, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി, അവൻ്റെ റബ്ബിങ്കിൽ നിന്നുള്ള നൂറിലാണ്, അവൻ്റെ റബ്ബിങ്കിൽ നിന്നുള്ള പ്രകാശത്തിലാണ് അവൻ എന്നാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തൻ്റെ സാദുൽ മആദ് എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഫഅഅ്ളമു അസ്ബാബിൽ ഇൻശിറാഹിസ് സ്വദർ അത്തൗഹീദ്. ഒരു മനുഷ്യന് ഇസ്ലാമിലേക്ക് വിശാലത നൽകുക എന്ന് പറഞ്ഞാൽ അത്തൗഹീദ്, അത് ഏകദൈവാരാധനയിലേക്കുള്ള തുറന്നു കൊടുക്കലാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്. അല്ലാഹുവേ, നീ എന്നിലേക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. ആ പ്രാർത്ഥനയുടെ വിശദീകരണത്തിൽ ശറഹിൽ ഉലമാക്കൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് തൗഹീദാണ്. അതാണ് അല്ലാഹു ഹൃദയവിശാലത നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് ഒന്നാമതായി ഒരു മനുഷ്യന് വേണ്ടത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, വഅലാ ഹസബി കമാലിഹി വഖുവതിഹി വസിയാദതിഹി യകൂനു ഇൻശിറാഹു സദ്രി സാഹിബിഹി എന്നാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തൗഹീദ് എന്ന് പറയുന്ന പ്രകാശത്തെ അല്ലാഹു സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ പിന്നീട് ഭയമില്ല, ആ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത പേടികളോ ആകുലതകളോ വേവലാതികളോ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് ആയത്തിൻ്റെ തഫ്സീറുൽ ഉലമാക്കൾ പറഞ്ഞ വിശദീകരണം അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഏതെങ്കിലും സൃഷ്ടികളിൽ മനസ്സിനെ കെണിച്ചിടുന്ന, പൂട്ടിയിടുന്ന, ലോക്ക് ചെയ്തിടുന്ന ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കില്ല മുവഹിദ്. പിന്നെയോ പാറിപ്പറക്കുന്ന സന്തോഷത്തിൻ്റെ, നിർഭയത്വത്തിൻ്റെ, ഇൻശിറാഹ് സ്വദറിൻ്റെ ഉടമയാകാൻ ഒരു യഥാർത്ഥ മുവഹിദിന് കഴിയും. ആരുടെ മുമ്പിലും അവൻ്റെ തലകുനിയില്ല, ആദർശം പണയം വെക്കില്ല, ഭീരുവാകില്ല, പേടിത്തൊണ്ടനാകില്ല. പേടിച്ചുകൊണ്ട് തല പാമ്പ് മാളത്തിലേക്ക് വലിക്കുന്നത് പോലെ വലിക്കുന്നവനാകില്ല. എന്തേ കാരണം? അവൻ്റെ ഹൃദയം സ്വതന്ത്രമടഞ്ഞ ഹൃദയമാണ്. തൗഹീദ് മനുഷ്യനെ സൃഷ്ടികളുടെ അടിമത്തത്തിൻ്റെ ചെങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുമെന്നാണ്. സൃഷ്ടാവിൻ്റെ അടിമത്തത്തിലേക്കായിരിക്കും പിന്നീട് അവൻ്റെ നീക്കം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ജാറങ്ങളിലേക്കില്ല, മഖ്ബറകളിലേക്കില്ല, പുണ്യാത്മാക്കളിലേക്കില്ല, അതുപോലെ ആൾ ദൈവങ്ങളിലേക്കില്ല, കല്ലുകളിലേക്കോ മുരടുകളിലേക്കോ മൂർഖം പാമ്പുകളിലേക്കോ കാവുകളിലേക്കോ ഒന്നുമില്ല. പിന്നെയോ തന്നെ സൃഷ്ടിച്ചവരായ റബ്ബിൻ്റെ പരിപൂർണമായ ഉബൂദിയത്തിലേക്ക്, അടിമത്തത്തിലേക്കായിരിക്കും തൗഹീദുള്ള മനുഷ്യന്റെ ഹൃദയം കടന്നു ചെല്ലുക എന്നാണ്. ഇതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യം എന്താണ്? ഇതിനേക്കാൾ വലിയ ഇൻശിറാഹു സ്വദർ എന്താണ്? എന്നാൽ അതിൻ്റെ നേരെ വിപരീതമായ ശിർക്കിലേക്കാണ് ഒരു മനുഷ്യൻ അകപ്പെടുന്നതെങ്കിലോ, അതിൻ്റെ നേരെ വിപരീതമായ ശിർക്കിലേക്കാണ് ഒരു മനുഷ്യൻ അകപ്പെടുന്നതെങ്കിലോ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ അവൻ്റെ അവസ്ഥ, വമയ്യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ. ആകാശത്തിന്റെ വിഹായസിൽ നിന്ന് താഴേക്ക് വീണവനെ പോലെയാണവൻ. ഫതഖ്തഫുഹു ത്വയ്ർ.
ഒരുപക്ഷെ അവനെ പക്ഷികൾ റാഞ്ചിക്കൊണ്ടുപോയി സമുദ്രത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയാം. ജീവിതത്തിന്റെ ഒരഡ്രസ് ഇല്ല എന്നർത്ഥം. ആകാശത്ത് നിന്ന് വീടൊരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കണേ. ഇതാരെ കുറിച്ച് പറഞ്ഞതാ? പേര് മുസ്ലിമാണ്, ഐഡന്റിറ്റി കാർഡിലെ മുസ്ലിമാണ്, കാനേശുമാർ ലിസ്റ്റിലെ മുസ്ലിമാണ്, പക്ഷെ തൗഹീദില്ല. എന്താ കാര്യം? എന്താണ് ആ ജീവിതം കൊണ്ട് കാര്യം? സഹോദരങ്ങളെ, ആ ശിർക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് നിർഭയത്വ ബോധത്തിന്റെ ഉടമയാകണോ, ഹൃദയവിശാലത വേണോ, തൗഹീദ് ഉൾക്കൊണ്ട വ്യക്തിയാകണമെന്ന് സൂറത്ത് ഹജ്ജിന്റെ 31-ാമത്തെ ആയത്തിലാണ് ഞാൻ ഈ അവസാനം ഓതിയ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ഏത് പ്രതിസന്ധിയിലും തളരില്ല. ഒരു ടെസ്റ്റിങ്ങിന് വിധേയനായി ഡോക്ടർ പറഞ്ഞത്, ബിശ്വഗ്രൻ പറഞ്ഞത്, വലിയൊരു ക്യാൻസറിന്റെ അടിമത്തത്തിലാണ് നിങ്ങളുള്ളത്, 4 സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസി തളരില്ല. കാരണം അവൻ ഉറപ്പിച്ചു വെച്ച കാര്യം എന്താണ്? എൻ്റെ റബ്ബ് എന്നെ ഈ ജീവിതത്തിലേക്ക് കടത്തിവിട്ടിട്ടുള്ളത് തന്നെ പരീക്ഷണങ്ങളാൽ എന്നെ അള്ളാഹു സംവിധാനിക്കുമെന്നുള്ള ആ ഒരു വാക്കോടുകൂടിയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും, സമ്പത്തിലുള്ള കുറവ് കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃഷിയിടങ്ങളിലെ നാശങ്ങൾ കൊണ്ട്, വേണ്ടപ്പെട്ട ആളുകളുടെ മരണത്തെ കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഈ പരീക്ഷണങ്ങളിലെല്ലാം ആർക്കാണ് വിജയമുള്ളത്? ക്ഷമിക്കുന്നവർക്ക്. ആർക്കാണ് ക്ഷമിക്കാൻ കഴിയുക? തൗഹീദുള്ളവർക്കാണ്. ഇതൊക്കെ ഹൃദയവിശാലതയ്ക്ക് ഏറ്റവും നല്ല കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറയും. എന്താണ് ഈ ബന്ധമാണ് യഥാർത്ഥ ഇൻഷിറാഹു സ്വദർ എന്ന് പറഞ്ഞാൽ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പുള്ള അവസ്ഥയും ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതവും തമ്മിലുള്ള മാറ്റം തന്നെ നമുക്ക് ഉദാഹരിക്കാം. എത്ര കടുത്ത ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു ഉമർ! കാരിരുമ്പ് പോലെയുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നില്ലേ? മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഹൃദയമായിരുന്നില്ലേ? അതുപോലെ തന്നെ തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ അതേ വികൃതമായ വരണ്ട ഭൂമികയിൽ ജീവിതം നയിച്ചിരുന്ന ആളല്ലേ? 24-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമറിനെ പിന്നീട് ലോകം കണ്ടത് നീതിമാനായ ഭരണാധികാരിയായിട്ടല്ലേ? റാംസസ്, അതേ ചരിത്രത്തിൽ കാണാം, അതേ ലൂയി 18-ാമൻ എന്ന് പറയുന്ന അന്നത്തെ ഉമറിന്റെ കാലഘട്ടത്തിലെ ശത്രു ഉമറിന്റെ മരണവാർത്ത കേട്ട് അങ്ങ് റോമിന്റെ പട്ടണത്തിൽ കടന്ന് കരഞ്ഞത് ഉമറിന്റെ മരണവാർത്ത കേട്ടുകൊണ്ടാണ്. കാരണം എന്തേ? അത്രമേൽ സമ്പന്നമായ വിശാലമായ ഹൃദയത്തിന്റെ ജീവിതം കാഴ്ചവെക്കാൻ ഉമർ തങ്ങൾക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാ? ഇസ്ലാം എന്ന് പറയുന്ന വെളിച്ചം ഹൃദയത്തിലേക്ക് കടന്നതുകൊണ്ടാണ്. അതാണ് ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. രണ്ടാമത് എന്താ നിങ്ങൾ? അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. അൽ ഇനാബത്തു ഇലല്ലാഹ്. എന്താണ് ഈ അള്ളാഹുവിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ പോയിന്റിനെ കുറിച്ച് പറയുന്നത് കാണാം. അൽ ഇനാബത്തു ഹിയ ഉഖൂഫുൽ ഖൽബി അലല്ലാഹ് അസ്സ വജല്ല ബിമഹബ്ബതിഹി വഖൗഫിഹി വറജാഇഹി. എന്താണ് ആ പ്രയോഗം എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. സ്നേഹത്തോടും ഭയത്തോടും പ്രതീക്ഷയോടും കൂടി ഹൃദയം അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിനാണ് ഇനാബത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണത്താൽ, അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ, അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ കാരണത്താൽ അള്ളാഹുവിലേക്ക് ഹൃദയത്തെ ഉഖൂഫ് എന്ന് പറഞ്ഞത്, അതായത് ഹൃദയത്തെ റബ്ബിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. എന്താ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? ഹൃദയത്തെ റബ്ബിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാണ് ആ ഇരുത്തത്തിനാ പറയാം. ഇങ്ങനെയുള്ളൊരു മടക്കമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാണോ അവർക്ക് ശുറഹുസുദർ ഉണ്ടാവുന്നതാണ്, മനസ്സമാധാനം ഉണ്ടാകുമെന്നാണ്, ഹൃദയത്തിൻ്റെ ഭാരം കുറക്കുമെന്നാണ്. ഖുർആൻ സൂറത്തു അൻആമിൽ പറഞ്ഞില്ലേ, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ വലാകിൻ ഖസത് ഖുലൂബുഹും. നമ്മുടെ ശിക്ഷ അവർക്ക് വന്നെത്തിയപ്പോൾ ആ സമയത്ത് പോലും അവർ മടങ്ങാൻ തയ്യാറായില്ല. മടങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, പക്ഷെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഇത്രയോ ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ മരണവാർത്ത കേൾക്കുന്നു. കുടുംബത്തിലുള്ളവർക്ക് വലിയ രോഗമാണ്, മരണപ്പെട്ടവരെ കോരിയെടുത്ത് റോട്ടിൽ നിന്ന് കൊണ്ടുപോയവരാണ്, പല മയ്യത്തുകളെയും കുളിപ്പിച്ചവരാണ്. പക്ഷേ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു ചാഞ്ചാട്ടമേ വന്നിട്ടില്ല. കാരണം എന്തേ? ഖസത് ഖുലൂബുഹും അലം യഗ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സ്വഹാബത്തിനെ കുറിച്ചിറങ്ങിയ ആയത്താണിത്. ഈ ആയത്ത് സൂറത്തുൽ ഹദീദിലെ 16-ലെ വലിയ വചനമാണ്. ആ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹ് പറഞ്ഞതെന്താണ്? സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞതെന്താണ്? അവർ മദീനയിലേക്ക് പലായനം ചെയ്തു പോയപ്പോ, എനിക്ക് തോന്നുന്നത് ഈ മിമ്പറിൽ നിന്ന് ഞാൻ ഒരു വട്ടം അത് ആവർത്തിച്ചിട്ടുണ്ട്. മദീനയിലേക്ക് പലായനം ചെയ്തു പോയപ്പോ
സ്വഹാബികൾക്ക് മക്കയിലുള്ളതിനേക്കാൾ സൗകര്യം മദീനയിലുണ്ടായി. ഭക്ഷണം സമൃദ്ധമായി കിട്ടി, നല്ല പാർപ്പിടങ്ങളുണ്ട്, മക്കയിലെ ശത്രുക്കളെ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ദുനിയാവ് കുറച്ച് തുറന്നു കൊടുത്തപ്പോൾ, അള്ളാഹുവിനെ ചെറുതായി മറക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹയത്തിറക്കുകയാണ്, അലം യഗ്നിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവെ സ്മരിക്കുവാൻ ഹൃദയങ്ങൾ വിനീതമാകേണ്ട സമയം നിങ്ങൾക്കായില്ലേ? ഈമാനിന്റെ നിറകുടങ്ങളായ സ്വഹാബികളോടാണ് ഈ ചോദിക്കുന്നത്. അവരുടെ എത്രയോ ഗ്രാഫ് താഴെ നിൽക്കുന്ന നമ്മളോട് എത്ര വട്ടം ചോദിക്കേണ്ട ആയത്താണിത്. അള്ളാഹുവിലേക്ക് സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും ഭയത്തോടെയും ഹൃദയത്തെ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തരങ്ങൾ എപ്പോഴും തൗബ ചെയ്യുന്ന ഒരാളായിരിക്കും അത്ര ആൾക്കാരെന്നാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ കേൾപ്പിച്ചിരുന്നൊരു ഹദീസായിരുന്നു, സന്തോഷം കൊണ്ട് കുഫറിൻ്റെ വാക്ക് പറഞ്ഞു പോയ ഒരാളുടെ കഥ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഒട്ടകമൊക്കെ തൻ്റെ പാഥേയമൊക്കെ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടപ്പോൾ ആ സങ്കടം കൊണ്ട് ഉറങ്ങിപ്പോയി. ഉറക്കത്തിന് എണീറ്റപ്പോൾ അതൊക്കെ തിരിച്ചു കിട്ടി. ആ മനുഷ്യ സന്തോഷം കൊണ്ട് പറഞ്ഞെന്താ, അള്ളാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയ വാക്കാണ്. ഇങ്ങനെ തൗബ ചെയ്യുന്ന ആളുകളുടെ വിഷയത്തിൽ ഈ മനുഷ്യൻ എത്രത്തോളം സന്തോഷിക്കുന്നുവോ അതിനേക്കാൾ സന്തോഷമാണത്രേ അള്ളാഹുവിൻ്റെ ഒരു അടിമ തൗബ ചെയ്താൽ. ഇത് കൽബിലേക്ക് കയറുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. വെള്ളിയാഴ്ചയല്ലേ, കുറേ കാലമായിട്ട് ഖുത്ബ കേൾക്കുകയാണ്, വന്നിരുന്നു, കേട്ടു, പോയി, ഖലാസ്. ആ പറയുന്നതിനെ കുറിച്ചൊരു ചിന്ത വേണ്ടേ? മുഅ്മിനീങ്ങളെ, അടുത്ത സെക്കൻഡിൽ മരണം വരില്ലേ? ഈ ആഴ്ചക്കുള്ളിലായിക്കൂടെ, ഈ വൈകുന്നേരത്തിന് മുമ്പായിക്കൂടെ. പക്ഷേ ഞാനൊന്നും ഇപ്പോൾ പോകില്ല എന്ന് ഉറപ്പിക്കുന്നവരാ നമ്മൾ. ഒരു പക്ഷേ നമ്മൾ എന്നും സഞ്ചരിച്ചു പോകുന്ന റൂട്ടിൽ ഒരു എതിരെ വരുന്ന വാഹനക്കാരൻ അശ്രദ്ധനായാൽ തീരാവുന്നതല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതം. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് കേൾക്കേണ്ട കാര്യമാണിത്. അതായത് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടേയിരിക്കുക എന്നാണ്. അതാണ് ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് പറഞ്ഞത്, വിശ്വാസികളെ നിങ്ങൾ തൂബൂ ഇലല്ലാഹ് തൗബത്തൻ നസൂഹ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായ തൗബ കൊണ്ട് മടങ്ങണേ. തൗബ ധാരാളം ചെയ്യുന്ന ആളുകളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞെന്താ അല്ലേ, അവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണെന്നാണ്. അതുകൊണ്ട് യുവാക്കളെ, ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരുണ്ടാവും, അതിലടിമപ്പെടാത്ത ആളുകളെന്ന് വളരെ ചുരുക്കാൻ. നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കുകയാണ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ആകട്ടെ, ഫേസ്ബുക്ക് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, എന്ത് തുറന്നു നോക്കിയാലും ഈ കേസില്ലാത്ത ദിവസമുണ്ടോ? തട്ടമിട്ട പെണ്ണുങ്ങൾ അതിൻ്റെ വിൽപ്പനക്കാരാകുന്നു. ഈ പടന്നയിലും ഈ ഓരോക്കിലും ഈ തൃക്കരിപ്പൂരിൻ്റെ പല മേഖലകളിലും എത്ര എത്ര യുവാക്കളാണ് ഇതിൻ്റെ അഡിക്റ്റ് ആയിട്ടുള്ളത്. ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ മടങ്ങണം. ഈ സമയത്തിൻ്റെ തൊട്ടടുത്ത സെക്കൻഡിൽ റബ്ബിലേക്ക് കൈകളുയർത്തി ഇനാപത്തുള്ള മനസ്സോടുകൂടി നീ മടങ്ങിയാൽ അള്ളാഹു നിന്നെ സ്വീകരിക്കും. എങ്കിൽ രണ്ട് ലോകവും നമുക്ക് സമാധാനം ഉണ്ടാവും. അതാണ് ഇൻഷിറാഹു സദറിൻ്റെ രണ്ടാമത്തെ വഴി. മൂന്നാമത്തെ വഴി എന്താ നിങ്ങൾ? നിസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നാണ്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല, കാരണം അതിനെക്കുറിച്ച് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഖുതുബയിൽ നമ്മൾ പറഞ്ഞ വിഷയം, ആ വിഷയത്തിൽ ഉൾപ്പെട്ടിരുന്ന കാര്യമായിരുന്നു നിസ്കാരവുമായി ബന്ധപ്പെട്ട്. ഖുർആൻ പറഞ്ഞിട്ട കാര്യം കേൾപ്പിക്കുക, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ക്ഷമയിലൂടെയും നിസ്കാരത്തിലൂടെയും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക എന്നാണ്. ക്ഷമയും നിസ്കാരവും അള്ളാഹ് ഒരുമിച്ച് പറയാം. ധാരാളം തഫ്സീറുകളാണ് ഇതിലുള്ളത്. ഒരു മനുഷ്യൻ്റെ ക്ഷമയും നിസ്കാരവും ചേർത്ത് പറയണമെങ്കിൽ ഒരു മനുഷ്യന് അവൻ നിർവഹിക്കുന്ന ഇബാദത്തുകൾ ഏറ്റവും നല്ല ഇബാദത്ത് നിസ്കാരമാണ്. ആ നിസ്കാരം അവന് കൃത്യമായിട്ട് നിർവഹിക്കണേ എന്ത് വേണം? ക്ഷമ വേണം. ക്ഷമ 3 രൂപത്തിലാണ് പറഞ്ഞത്. ഒന്നേതാണെന്നറിയോ? ഒന്ന്, അള്ളാഹു പഠിപ്പിച്ച ഇബാദത്തുകൾ ആത്മാർത്ഥമായി ചെയ്യാനുള്ള ക്ഷമ. ഒരു 8-10 മിനിറ്റ് നിസ്കരിക്കണേ നല്ല ക്ഷമ വേണ്ടേ? ആ റുക്കൂയിലൊക്കെ ഒരു തുമൈനീനത്ത് കിട്ടണമെങ്കിൽ ഒരു ക്ഷമ വേണ്ടേ? അല്ലേ? നിസ്കാരത്തിൽ സുജൂദിൽ ഇങ്ങനെ കുറച്ചു നേരം കിടക്കണമെങ്കിൽ ക്ഷമ വേണ്ടേ? വേണം. എന്തോ ഇബാദത്തും അങ്ങനെ തന്നെയാണ്. അപ്പം ഇബാദത്തുകൾ ചെയ്യാനുള്ള ക്ഷമയാണ് ഒന്ന്. രണ്ടാമത്തെ ക്ഷമ ഏതാണെന്നറിയങ്ങളെ? അള്ളാഹ് ഹറാമാക്കിയ കുറേ കാര്യങ്ങളുണ്ട്, ഇത് മാറിക്കുള്ള ക്ഷമയാണ്. മൂന്നാമത്തെ ക്ഷമ എന്ന് പറയുന്നത്, നമുക്ക് അള്ളാഹു ഈ ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഉണ്ടാകുന്ന ക്ഷമ എന്നാണ്.
ഈ 3 ക്ഷമയുമുള്ള ആളുകളെ കുറിച്ചാണ് അള്ളാഹ് പറഞ്ഞത് വബശ്ശിരി സ്വാബിരീൻ എന്ന്. അള്ളാഹു അവരെല്ലാം ചേർക്കുമാറാകട്ടെ. ആ ക്ഷമയുടെ കൂടെയാണ് നിസ്കാരത്തെ എണ്ണിയിട്ടുള്ളത്, അല്ലേ? അള്ളാഹ് പറയുന്നത് എന്താ? ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അത് വലിയൊരു കാര്യം തന്നെയാണ്, വിനയമുള്ളവർക്ക് അതിന് കഴിയുകയുള്ളൂ എന്നാണ്. അപ്പോൾ നിസ്കാരം ധാരാളം നിർവഹിക്കുന്ന ആൾക്കാർക്ക് ഹൃദയവിശാലത ഉണ്ടാവും. നിസ്കാരമൊക്കെ കഴിഞ്ഞു, അത്യാവശ്യം നല്ലോണം പട്ടപത്തിരി പോലെ നിസ്കാരത്താൻ വേണ്ടി നെറ്റിമേ, പക്ഷേ പുറത്തിറങ്ങിയിട്ട് ചെയ്യുന്നത് ഹറാമാണ്, കേൾക്കുന്നത് ഹറാമാണ്, പറയുന്നത് ഹറാമാണ്, അല്ലേ? അനുഭവിക്കുന്നത് ഹറാമാണ്, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവനാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, മാന്യതയുമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളാണ്, കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസങ്ങൾ നീങ്ങാൻ അള്ളാഹ് കൽപ്പിച്ച ഇബാദത്ത് നിസ്കാരല്ലേ? ഇടുങ്ങിയ ഹൃദയം വിശാലമാകണോ? വലഖദ് നഅലമു അന്നക യളീഖു സദ്റക ബിമാ യഖൂലൂൻ. നബിയെ, ശത്രുക്കൾ പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങളുടെ ഹൃദയം ഇടുങ്ങിയിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം തസ്ബീഹ് നടത്തുക, അതുപോലെ തന്നെ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാവുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത വക്താകാൻ ഇങ്ങനെ കുറച്ചങ്ങോട്ട് വൈകിയെന്നൊക്കെ തോന്നിയാലേ, ബിലാലാണല്ലോ നബിയുടെ ബാങ്ക് വിളിക്കാരൻ, റസൂലുള്ളാഹിന്റെ ബാങ്കി അദ്ദേഹമാണല്ലോ. ബിലാലിനോട് പറയും അരിഹ്ന ബിഹാ യാ ബിലാൽ എന്ന്. ബിലാലെ, ഒന്ന് ബാങ്ക് കൊടുക്കും, ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്നാണ്. പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകാറുണ്ടോ? നിസ്കാരത്തിൻ്റെ ടൈം അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ സന്തോഷമാണോ? അതല്ല ഞാനിഞ്ഞ് ഇവിടുന്ന് എണീറ്റ് പള്ളിയിൽ പോകണമെന്ന് ഇടങ്ങാറാണോ? ഞാൻ കുറ്റപ്പെടുത്തല്ല, എന്ത് മനോഗതി നമുക്ക് ഉണ്ടാകല്ലേ. മുത്തനബി ഞങ്ങൾ പറയാണ്, ബിലാലെ ബാങ്ക് കൊടുക്ക്, ഞാൻ സന്തോഷിക്കട്ടെ എന്ന്. അവിടുത്തെ സന്തോഷം കണ്ടെത്തിയിരുന്നത് നിസ്കാരത്തിലൂടെയായിരുന്നു. അതുകൊണ്ടല്ലേ രാവിലെ നേരം വെളുക്കോളം നിസ്കരിക്കാൻ ഒരാൾക്ക് കഴിയണമെന്നുകൊണ്ടാ? നിസ്കാരം എന്നുള്ള ഇബാദത്ത് ചെയ്യണോണ്ടല്ല, അത് ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ എത്ര സമയം ഇരുന്നാലും നമുക്ക് മടുക്കാത്ത കാര്യങ്ങൾ എന്താ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കൂടെ എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യൂലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്ര സുദീർഘമായ യാത്ര പോയാലും നമ്മൾ ക്ഷീണിക്കുന്നില്ല. ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരു വലിയ നാട്ടിലേക്ക് പോകണം, നമുക്ക് ആ യാത്ര ഒരു ക്ഷീണമല്ല. എന്തേ കാരണം? നമ്മൾക്ക് അത്രമേലത് താല്പര്യവും നമുക്ക് പ്രതീക്ഷയും ഇഷ്ടവുമാണത്. എന്താ നിസ്കാരത്തോടില്ലാത്തത്? ഒരു വക്ത് നിസ്കാരം പോയാൽ നമുക്ക് സങ്കടം ഉണ്ടായാലുണ്ടാവും, ഒരു ജമാഅത്ത് പോയാൽ നമുക്ക് സങ്കടം ഉണ്ടായാലുണ്ടാവും, ഉണ്ടോ? എന്നാലോചിച്ചോക്കണേ. അപ്പം അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. എന്നാലും നിസ്കാരം കൊണ്ടൊരു സന്തോഷമുണ്ട് എങ്കിൽ ഹൃദയവിശാലത ഉണ്ടാകുമെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ തൻ്റെ വാബിലു സ്വയ്യിബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. അസ്വലാത്തു മജ്ലബത്തുൽ ലിറിസ്ഖ്. നീ തേടിപ്പോകുന്ന റിസ്ക് നിനക്ക് വിശാലമാക്കി തരും നിന്റെ നിസ്കാരം. നിസ്കാരം റിസ്ക്കിൽ വിശാലത ഉണ്ടാവുന്നതാണ്. ഇനി ബാക്കി കേട്ടോളിട്ടോ. ഹാഫിളത്തുൽ ലിസ്സിഹാ എന്നാണ്. ആരോഗ്യം നിനക്ക് നിലനിർത്താൻ സഹായകമാണ് നിസ്കാരം. രോഗങ്ങളൊന്നും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതകൾ വളരെ കുറവാണ് കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആളാണ് എങ്കിൽ. ഇനി ഈ തീരുമാനത്തിൻ്റെ അപ്പുറത്താണ് റബ്ബിൻ്റെ വിധിയെങ്കിൽ അതിനെ തടുക്കാൻ നമുക്ക് പറ്റൂല. അതങ്ങനെ തന്നെയുള്ള നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതൊക്കെ നമ്മുടെ വണ്ടിക്ക് പേപ്പറുണ്ട്, കടലാസുകളൊക്കെ ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതങ്ങളൊക്കെ നമ്മൾ പരമാവധി ഓക്കെയാക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്താലും നമ്മൾ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അപകടങ്ങൾ വരൂലേ? ആത്മീയമായി അല്ല പറഞ്ഞ കാര്യമാണെന്ത്? കൃത്യമായി നിസ്കരിച്ചോ എങ്കിൽ നിനക്ക് രോഗങ്ങൾ വരില്ല, നല്ല എഫക്റ്റ് ഉണ്ടാവും എന്നാ പറയണത്. തീർന്നില്ല. ദാഫിഅത്തുൽ അദാ, എന്തെല്ലാം ഉപദ്രവങ്ങൾ നിന്നെ ബാധിക്കാനിരിക്കുന്നോ അതിനൊക്കെ തടയും നിസ്കാരം. ത്വാരിദത്തുൽ അദ്വാ എന്നാണ്. മാത്രമല്ല ശത്രുക്കളിൽ നിന്നുള്ള സുരക്ഷയാണത്. മുഖവ്വിയത്തുൽ ഖൽബ്, മാത്രമല്ല നിന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നതാണത്. മുബയ്യിളത്തുൽ വജ്ഹ്, നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നതാണത്. മുഫർരിഹത്തുൽ നഫ്സ്, നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണത്. മുദ്ഹിബത്തുൽ കസൽ, മടി നിന്നിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എത്ര ശ്രേഷ്ഠതകളാണ് നിസ്കാരത്തിന് പറയുന്നത്. അപ്പൊ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നാലാമത്തെ പറഞ്ഞ കാര്യങ്ങള് ഖുർആനുമായിട്ടുള്ള അതിൻ്റെ പാരായണം. ഖുർആനിന്റെ പാരായണത്തെ പ്രത്യേകം പറഞ്ഞത് ഹൃദയവിശാലത നൽകുമെന്നാണ്. വെറുതെ ഖുർആൻ ഓതിയാൽ തന്നെ ഹൃദയം വിശാലമാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണല്ലോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയണം, മോനെ നീ എനിക്ക് ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിച്ചു തരൂ എന്നാണ് പറഞ്ഞത്. ഖുർആൻ കേൾക്കുക, ഖുർആൻ ഓതുക,
ഇതൊക്കെ ഹൃദയ വിശാലത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മളത് ചെയ്യാറുണ്ടോ? റമദാൻ കഴിഞ്ഞിട്ട് ഖുർആനോട് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കുക. മനസ്സമാധാനം വേണം, ഹൃദയവിശാലത വേണം എന്നാഗ്രഹമുള്ളവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ധാരാളം ഖുർആൻ ഓതുക എന്നാണ്. എന്താണ് ഖുർആൻ? ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നിന്റെ ഹൃദയത്തിൻ്റെ ശമന ഔഷധമാകുന്ന ഖുർആൻ അല്ലാഹുവിങ്കിൽ നിന്ന് വന്നതാണ് എന്ന് ആരാ പറയണത്? വിശുദ്ധ ഖുർആൻ പറയാണ്. നേരത്തെ പറഞ്ഞ 2-3 പ്രാവശ്യം കേൾപ്പിച്ചില്ലേ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, ആ ഖുർആന്റെ സ്വാധീനത്തെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഹൃദയപരവും ശാരീരികവുമായ എല്ലാ രോഗങ്ങൾക്കും ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രയാസങ്ങൾക്കുമുള്ള സമ്പൂർണ്ണ പരിഹാരമാണ് ഖുർആൻ. ആ ഖുർആനോട് നമ്മൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്കത് ലഭ്യമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 കാര്യങ്ങൾ ഖുർആൻ നമുക്ക് തന്ന പരിഹാരം. ഇത് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകാൻ ഈ വഴികൾ നമ്മൾ കണ്ടെത്തുക. ഹറാമായ വഴികളിലേക്ക് സമാധാനം കണ്ടെത്തിപ്പോയാൽ അത് കൂടുതൽ സമാധാനക്കേടാണ് നമുക്ക് ഉണ്ടാക്കുക, അല്ലേ? സമാധാനം കണ്ടെത്തി ലഹരിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്, മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരുണ്ട്, കുറേ യാത്രകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. യാത്രകൾ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ പണ്ഡിതന്മാരാണ്, ഇസ്ലാമിക ലോകത്തുള്ള പണ്ഡിതന്മാർ. അത് ഞാൻ തെറ്റാണെന്ന് പറയല്ല. 5 ഗുണങ്ങളാണ് യാത്രകൾ കൊണ്ടുണ്ടാവുക. ഒന്ന്, ഹൃദയം സമാധാനം അടയും. അതുപോലെ തന്നെ സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാവും. ലോകത്തെ കണ്ടുപിടിച്ച് റബ്ബിനെ മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ കുറ്റപ്പെടുത്തല്ല, നേരെ മറിച്ച് യഥാർത്ഥ സമാധാനം ഈ പറഞ്ഞ കാര്യങ്ങളിലാണ്. ഇനി 2 കാര്യം കൂടി വിശദീകരിക്കാനുണ്ട്, അത് നമുക്ക് തുടർന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മഹാഭാഗ്യവാന്മാരിൽ, ഹൃദയവിശാലത കിട്ടുന്ന ആളുകളിൽ, സമാധാനം കിട്ടുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഹൃദയത്തിൻ്റെ ആഹാരം എന്ന് പറയുന്നത് ദിക്റാണ്. 3 രൂപത്തിലാണ് ദിക്റുള്ളതെന്നാണ്. ഒന്ന് ശരീരം കൊണ്ടുള്ള ദിക്റാണ്, മറ്റൊന്ന് നാവ് കൊണ്ടുള്ള ദിക്റാണ്, മറ്റൊന്ന് ഖൽബ് കൊണ്ടുള്ള ദിക്റാണ്. ഈ 3 ദിക്റുകളും എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും നിങ്ങളെ ശുദ്ധീകരിക്കുന്നു പറഞ്ഞാൽ ബാഹ്യമായ ശുദ്ധീകരണമല്ല, ആന്തരികമായ ശുദ്ധീകരണമാണ്. ഹൃദയത്തിൻ്റെ ശുദ്ധീകരണമാണ് ശരീരം കൊണ്ടുള്ള ഇബാദത്തോട് സംഭവിക്കുന്നത്. നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റും സമാധാനം ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഹൃദയം കൊണ്ടുള്ള ദിക്റും സമാധാനം ഉണ്ടാക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ്. അപ്പം ധാരാളം ദിക്റെടുക്കുന്ന ആളുകളാവുക എന്നാണ്, അല്ലേ? ഇപ്പം നമ്മളെ ആളുകൾക്ക് ദിക്ർ എന്ന് കേട്ട ഓർമ്മ വരിക നാവ് കൊണ്ടുള്ള ദിക്റുകൾ മാത്രമാണ്. നിസ്കാരത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? അഖിമി സ്വലാത്ത ലിദിക്രി എന്നാ പറഞ്ഞത്. മൂസാ നബിയോട് തൗറാത്ത് പറയാൻ വേണ്ടി പോയ സമയത്ത് അള്ളാഹു പറഞ്ഞതാണ്, എന്നെ ഓർക്കാൻ നിസ്കാരത്തെ നിലനിർത്തുക എന്നാ പറഞ്ഞത്. നിസ്കാരം ദിക്റാൻ. അഖിമി സ്വലാ ലിദിക്രി. നാവ് കൊണ്ട് ചൊല്ലുന്ന കുറേ ദിക്ർ നമുക്കറിയാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്? കെൻസും മിൻ കുനൂസിൽ ജന്ന എന്നാണ്, അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വർഗത്തിലെ ഒരു ട്രഷറാണ് ആ വാക്ക്, സ്വർഗത്തിൻ്റെ താക്കോലാണ് ആ വാക്ക്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? ഉരിസത്ത്, അല്ലേ? നാളെ നട്ടുവെച്ചു കൊടുക്കുന്നവരാണ് സ്വർഗത്തിൽ. എന്ത്? ഈന്തപ്പന മരങ്ങൾ അവർക്ക് വേണ്ടി. ഓരോ വാക്കുകളും അത് പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അതിൻ്റെ പ്രതിഫലം എന്താ? കേൾക്കാത്ത ആൾക്കാരുണ്ടാവും. സുലൈമാൻ നബിക്കും ദാവൂദ് നബിക്കും അള്ളാഹ് കൊടുത്ത അനുഗ്രഹങ്ങളെക്കാളൊക്കെ ഉത്തമമാണ് ആ ഒറ്റ സുബ്ഹാനല്ലാഹ് എന്നാണ്. നിസ്കാര ശേഷം നമ്മൾ ചൊല്ലുന്നില്ലേ? ഇതൊക്കെ എന്തിനാ? അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനെക്കുറിച്ച് ചിന്തിക്കുക, അതിൻ്റെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുക, പ്രപഞ്ചത്തിലേക്ക് നോക്കി റബ്ബിനെ കുറിച്ച് ചിന്തിക്കുക. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. നരകത്തെക്കുറിച്ച് ചിന്തിക്കുക, മഹ്ശറിൽ നൃത്തത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ ചിന്തയൊക്കെ നമുക്ക് സമാധാനം തരുള്ളൂ. ഖുർആൻ പറഞ്ഞില്ലേ, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയം സമാധാനമടയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലൂടെയാണെന്നാണ്. ഇപ്പം നമ്മൾ എന്തിനാ അങ്ങോട്ട് വന്ന് വെള്ളിയാഴ്ച നമ്മൾ ഖുത്ബക്ക് വന്നത് ഹൃദയം സമാധാനം അടയാനാണ്, അല്ലേ? സഹോദരങ്ങളെ, കൃത്യമായി ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക്
സമാധാനക്കേട് ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഒരു മത്സ്യത്തിന് വെള്ളം എത്രത്തോളം അനിവാര്യമാണോ ജീവിക്കാൻ, അത്രത്തോളം അനിവാര്യമാണ് ഹൃദയത്തിന് സമാധാനം കിട്ടണമെങ്കിൽ ദിക്റുകൾ വേണമെന്നാണ്. അല്ലെങ്കിൽ സഹോദരങ്ങളെ, ഇടക്കിടക്ക് തളരും, ഭയങ്കര പ്രയാസമാണ്, ഒന്നിനൊരു താല്പര്യമല്ല. ഒരു മനുഷ്യനെ കണ്ട ചിരിക്കണം പോലുള്ള മനസ്സുണ്ടാവില്ല. എന്താ കാരണം? ഭയങ്കര തിരക്കാണ്, ഭയങ്കര ഇടങ്ങേറിലാണ്. അതെന്നെ പറയല, പട്ടിണിയും പായലും മാത്രമേ പറയുള്ളൂ. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊന്ന് പുറത്ത് പറയാതെ തന്നെ എല്ലാവരോടും വിശാലമായി ഇടപെടുന്ന കുറേ ആളുകളെ കാണൂലേ. നമ്മൾ എത്ര തൗഹീദ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നമ്മളെ ഇടപെടലുകളും നമ്മുടെ ചേർത്ത് പിടിക്കലുകളും നമ്മുടെ സംസാരങ്ങളൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത്. അതെല്ലാവരും മനസ്സിലായിക്കൂടി. അല്ലാതെ വലിയ താടി വെച്ച് നെരിയാണ്ട മേലെ പേൻറ്റും മുറിച്ച് വലിയ സെൽഫിയായിട്ട് നടന്നുകൊണ്ട് കാര്യമല്ല. അയാൾ എന്നെ അവിടുന്ന് കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ആ ചിരി നമ്മൾ ഓർത്തു വെക്കും. ഒരു സമാധാനത്തിൻ്റെ വാക്ക്. തളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ തോളിലൊന്ന് ചേർത്ത് പിടിച്ച് സാരമില്ല എന്ന് പറയാൻ അല്ലേ. നമ്മളെല്ലായിടത്തും മുമ്പിലുണ്ട്, പക്ഷെ നമ്മളെ സ്വഭാവം 5 വയസ്സൊക്കെ പറ്റൂല. എന്താ കാരണം? ഒരു സർവസ്വത നഷ്ടപ്പെട്ടു പോയി. അപ്പം നമ്മളിങ്ങനെ റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായില്ല. എന്ത് വേണം? അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം അല്ലേ. നല്ലോണം സമ്പത്ത് തരണേ, നല്ലോണം റിസ്ക് തരണേ എന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ കുത്തിരുന്നാൽ മതിയോ? അതിൻ്റെ വഴി അന്വേഷിച്ച് ഇറങ്ങണ്ടേ? ആ പണി ഇവിടെ എടുക്കണം, ആ പണി ഇവിടെ എടുക്കണം. നോക്കൂ, നിങ്ങൾ മദീനയിൽ ഒരു 100 ആളെ പേരെടുത്താലേ, മദീനയിലെ ഒരു 100 ആളെ പേരെടുത്താലേ, ഒരു സമ്പന്നന്മാരെ പേരാ വിചാരിച്ചോളൂ നിങ്ങൾ. 100 ആളെ പേര് അതിൽ നബി ഉണ്ടാവില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 200 ആളെടുത്തുണ്ടാവില്ല. മദീനയിലെ ഒരാദ്യത്തെ 10 പേരുടെ മിസ്കീന്മാർ ലിസ്റ്റ് എടുത്താൽ 1 or 2 റാങ്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ നബിക്ക് കിട്ടുക. അത്രമേൽ മിസ്കീനായിരുന്നു. ഒരു 6 അടി പൊക്കുള്ള ഒരു മനുഷ്യൻ പ്രവാചകന്റെ ഹുജറയിലേക്ക് കയറിയാലേ, അവിടുത്തെ ബൈത്തും സഹുവയും മഷ്റൂബയും അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയാലേ കൈ പൊക്കിയാൽ കൈ തട്ടും. അങ്ങനത്തെ വീട്ടിലാണ് താമസം. പക്ഷേ എത്രയെത്ര സമ്പന്നര നാട്ടിലുണ്ടായിട്ടും അവരെക്കാളൊക്കെ സമാധാനമുള്ള ജീവിതം നയിച്ച ആളാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? ദീനിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. എത്രയോ കച്ചവടക്കാർ സമാധാനമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ. എന്താ കാരണം? അതുപോലെ തന്നെ ആരെയും പറയണത് സഹോദരങ്ങളെ, വലിയ വലിയ അല്ലേ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളാണ്. ഇപ്പം നിങ്ങൾ നോക്ക്, പിന്നെ ഈ ഏറ്റവും വലിയൊരു ഫയല് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. അപ്പം ഞാൻ അതിൻ്റെ പേരൊന്നും ഇവിടെ പറയണില്ല. പവിത്രമായ മിമ്പറിൽ അതിൽ നിന്നാണ് ആ വാർത്തകൾ മറച്ചു വെക്കാനാണല്ലോ ഇന്ന് പല യുദ്ധങ്ങളും പല ആളുകളും പുറപ്പെടുവിപ്പിക്കുന്നത്. അത് പുറത്തു വരാതിരിക്കാൻ. ആരാണത്? ലോക പോലീസ് എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റുമാർ. അതുപോലെ തന്നെ സമ്പന്നതയുടെ നടുവിൽ ജീവിക്കുന്ന ആളുകൾ. ഇവരൊക്കെ സമാധാനം കണ്ടെത്താൻ പോയത് എങ്ങിട്ടാ? ഏതോ ഒരു ഒറ്റപ്പെട്ട ദ്വീപിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരുത്തൻ. അവൻ്റെ അടുക്കലേക്ക്, അവിടെ മദ്യമുണ്ട്, സംഗീതമുണ്ട്, അവിടെ ഒരു സമാധാനം കണ്ടെത്തുന്ന കൂടിയാണ് അല്ലേ. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ബോഡിയെ, ഈ ഫംഗ്ഷനുകളെ ഇങ്ങനെ നിർമ്മിച്ചെടുത്ത ആ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് പറയാണ് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. ആ സമാധാനത്തിൻ്റെ വഴികളാണ് നമ്മളിവിടെ പറയുന്നത്. അതാണ് സഹോദരങ്ങളെ മൂസാ നബി പ്രാർത്ഥിച്ചതെന്ത്? റബ്ബി ഇശ്റഹ് ലി സദ്രി എന്ന്. അതിങ്ങനെ ദഅവത്ത് ചെയ്യാൻ പോകുമ്പോഴും പ്രസംഗിക്കുമ്പോൾ പ്രഭാഷകന്മാർക്കും ചൊല്ലാനുള്ളത് മാത്രമല്ല, അത് എല്ലാവരും പ്രാർത്ഥിക്കണം. റബ്ബി ഇശ്റഹ് ലി സദ്രി, റബ്ബേ നീ എൻ്റെ ഹൃദയ വിശാലത എനിക്ക് നീ തരണമേ എന്ന് അല്ലേ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായൊരു ദുആ എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ എന്നാണ്. റബ്ബേ മനക്ലേശങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇതൊക്കെ ഹൃദയവിശാലതക്കുള്ള കാര്യങ്ങളാണ്. പ്രാർത്ഥനയാണ് 6ാമത്തെ കാര്യം. അത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. പ്രാർത്ഥന അത് ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ എൻ്റെ സ്വർഗം എൻ്റെ നെഞ്ചിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നത്, അദ്ദേഹം എല്ലാ ആളുകളെയും മുശ്രിക്കാക്കുകയും കാഫിറാക്കുകയും ഇസ്തിഹാസ ചെറുക്കാണെന്നൊക്കെ പറഞ്ഞ പുത്തൻവാദിയല്ലേ. അങ്ങനെയാണ് എന്നെ ഉസ്താദിൻ്റെ സംസാരത്തിൽ ഞാൻ കേട്ടത്. ഉസ്താദ് അത് പറയണം, എന്നാലും ഉസ്താദാവുള്ളൂ. ഉസ്താദന്മാരെ വായ പൊളിക്കുന്നത് ശിർക്ക് പറയാനും കളവ് പറയാനാണ്. ഹക്ക് വല വായിക്കിട്ട് വരില്ല അല്ലേ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ ഇവർ എതിർക്കാൻ കാരണം എന്താണ്? മിസ്ബാഹുൽ അലാം എന്ന് പറയുന്ന ഒരു കുഫറിൻ്റെ ഗ്രന്ഥം, ഒരു ശിർക്കിൻ്റെ ഗ്രന്ഥം ഒരു കാലഘട്ടത്തിൽ ഹിജറ 700കളിൽ ഒരുത്തൻ എഴുതിയുണ്ടാക്കി.
മഹാന്മാരുടെ ഇസ്തിഹാസ ചെയ്യാൻ. ആ ഗ്രന്ഥത്തിന് പ്രാമാണികമായി മറുപടി കൊടുത്ത് ഇസ്ലാമിലെ യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ച മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയ കിതാബുകളെങ്ങാനും നെയിൽ നദിക്ക് പാലം കെട്ടാൻ മാത്രം കിതാബ് എഴുതിയ പണ്ഡിതനാണ്. യുദ്ധകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ 70% കത്തി നശിച്ചു പോയിട്ടുണ്ട് എന്നാണ്. ഇന്ന് അവശേഷിച്ച ഗ്രന്ഥങ്ങളപ്പം നമുക്ക് കിട്ടിയത് അതന്നെ നമുക്ക് വായിക്കാൻ പറ്റിയിട്ടുണ്ടോ? അത്രമേൽ സേവനം ചെയ്ത മഹാപണ്ഡിതൻ. അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താ, നിങ്ങൾ എന്നെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണോ, എനിക്കെങ്കിൽ അതൊരു ടൂറാണെന്നാണ് പറഞ്ഞത്. അല്ലേ, ജയിലിൽ വെച്ച് ഞാൻ മരിക്കുകയാണോ, അതെൻ്റെ ഷഹാദത്താണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എന്നെ എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്താലും എൻ്റെ സ്വർഗവും എൻ്റെ സന്തോഷവും എൻ്റെ ഹൃദയത്തിലാണെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അല്ലേ, ശരീരം നല്ല പൊണ്ണത്തടി ഉണ്ടാവും, 6 പാക്ക് ഉണ്ടാവും, അത്യാവശ്യം നല്ല മസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ശരീരത്തിലെ മനസ്സിന് ഒരു ശക്തി ഉണ്ടാവില്ല. ശരീരത്തിന് വേണ്ട കൂത്തൊക്കെ കൊടുക്കും, പക്ഷെ ഹൃദയത്തിന് വേണ്ട കൂത്ത് കൊടുത്തില്ല. അതെന്താ? ഖുർആൻ ആ നെഞ്ചകത്തില്ല. അതുകൊണ്ടാണ് പല ആളുകളും സഹോദരങ്ങളെ തളർന്നു പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവെ മാത്രം ഭയപ്പെടുന്ന തൗഹീദിൻ്റെ ഉടമയാകുക. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നതാണ്. രണ്ടാമത്തത് തെറ്റുകളിൽ നിന്ന് റബ്ബിലേക്ക് ഓടിയെടുക്കുക. അതുപോലെ തന്നെ സങ്കടങ്ങൾ മുസല്ലയിൽ പറയുക. അതുപോലെ തന്നെ ഹൃദയരോഗങ്ങൾക്ക് മരുന്നുകൾ കണ്ടെത്തുക. അഞ്ചാമത്തത് ഹൃദയത്തിന് ആഹാരമാകുന്ന ദിക്ർ നൽകുക. ആറാമത്തത് ദൈനതയോടെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി വിനയത്തോടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇതുള്ളവർക്ക് സമാധാനമുണ്ടാകും. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. ഒറ്റ കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഈ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ശാഖയിൽ ശിഖിരത്തിൽ കൂടുകൂട്ടാൻ ഭാഗ്യം കിട്ടിയിട്ട്, തൗഹീദ് ഉൾക്കൊണ്ട ആളുകളുടെ മിമ്പറുകളിൽ നിന്ന് ഖുത്ബ കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ട്, ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്ന നാടുകളിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട്, ആ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാനും അള്ളാഹിനെക്കുറിച്ച് പഠിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാനും ഒരുപാട് പ്രഭാഷകന്മാരുടെ ദീനീ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ ഭാഗ്യം കിട്ടിയിട്ടും നമുക്ക് സമാധാനമല്ലേ? അത് ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല, നമ്മളടുത്ത് എവിടെയോ വീഴ്ചയുണ്ടെന്നാണ്. അതിൽ നിന്ന് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഡോർ ടു ഡോറിൻ്റെ ഭാഗമായി ജീവിതം എന്തിനു വേണ്ടി എന്ന് പറയുന്നൊരു പുസ്തകം നമ്മുടെ കൂട്ടായ്മ പുറത്തിറക്കി. അത് ജനങ്ങളെ കൈകളിലേക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുപോയി കൊടുത്തപ്പോൾ നോക്കൂ നിങ്ങൾ, 24 എന്ന് പറയുന്ന ചാനലിൽ, ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ, അതിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു അവതാരകൻ്റെ അഭിമുഖ സംഭാഷണത്തിൽ ഒരു ഹൈന്ദവ സ്ത്രീ പറഞ്ഞതെന്താണ്? ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും വിഷം കഴിച്ച് ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ചുറപ്പിച്ച രാത്രി, അല്ലേ, അടുത്ത ദിവസം രാത്രികൾ മരിക്കാൻ വേണ്ടി നിൽക്കാൻ, ആ അന്നത്തെ പകലാണ് എൻ്റെ കൈകളിലേക്ക് ജീവിതം എന്തിനു വേണ്ടി എന്ന് പറയുന്നൊരു പുസ്തകം കിട്ടിയത്. അള്ളാഹിനെക്കുറിച്ച് ഞങ്ങളതിൽ നിന്ന് യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, സത്യമെന്താണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ ഉദ്യമത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറി ഇന്നിവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾ കാരണമായത് ആ ബുക്കാണെന്നാണ്. ആ ബുക്ക് എഴുതി ഉണ്ടാക്കിയതിൻ്റെ പോരല്ലത്, നേരെ മറിച്ച് ആ ബുക്കിലുള്ളത് റഹ്മാനായ റബ്ബിൻ്റെ കലാമാണ്, അവൻ്റെ ദീനിൻ്റെ ആദർശങ്ങളാണ്. അതിലേക്ക് മടങ്ങാതെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല, ശറഹുസ്വദർ ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയാനാകട്ടെ നമ്മുടെ ഈ ഖുത്ബ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സമാധാനമുള്ള വിശ്വാസികളിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. എല്ലാവിധ നിർഭയത്വമില്ലാത്ത അവസ്ഥകളിൽ നിന്നും, അസമാധാനങ്ങളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. നമ്മുടെ പരിസരങ്ങളിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്, വലിയ വലിയ രോഗികളാണ്. അള്ളാഹു എല്ലാവർക്കും പരിപൂർണമായ ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ രോഗങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, സാമ്പത്തിക കടബാധ്യതകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സമാധാനമില്ലാതെ ജീവിക്കുന്ന കുറേ ഹൃദയങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അസമാധാനം മനസ്സിൽ നിന്ന് നീക്കം ചെയ്ത് സമാധാനമുള്ള നിർഭയത്വമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാക്കി നമ്മയെല്ലാം മാറ്റുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും അവരുടെ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരലോകത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മളെല്ലാവരും. റബ്ബിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് സിറാത്ത് കടന്നു പോകുന്ന മഹാവിജയികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനുഷികമായി നമ്മിൽ വന്നുപോയ കുറേ പാപക്കറകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫാറായ തവ്വാബായ റബ്ബ് ഈ ഇബാദത്താകുന്ന ജുമുഅ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിൽ വന്നുപോയ പാപക്കറകളെല്ലാം അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഇടകളിൽ നിന്നും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. മഈശത്തിന് വേണ്ടിയും അല്ലാതെയുമൊക്കെ, വാഹനമാർഗവും അല്ലാതെയുമൊക്കെ
ദിനേന എന്നോണം റോഡ് മാർഗം സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വല്ല അപകടങ്ങളും എവിടെയെങ്കിലും നമ്മെ കാത്തിരിപ്പുണ്ടെങ്കിൽ ആ വിധിയെ അള്ളാഹു നമ്മിൽ നിന്ന് തട്ടിമാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.